Hi exporters, welcome to the fourth part of exporting maize to Africa. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 3 ഇമ്പോർട്ടൻറ്റ് രജിസ്ട്രേഷൻസ് ആണ്. ഫസ്റ്റ് ഐസ് ഗേറ്റ് രജിസ്ട്രേഷൻ, പിന്നെയുള്ളത് AD കോഡും IFSC കോഡുമാണ്. ഐസ് ഗേറ്റ് എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ഓൺലൈൻ പോർട്ടലാണ്. നമ്മുടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയും ഇന്ത്യൻ കസ്റ്റംസും തമ്മിലുള്ള ഇലക്ട്രോണിക് ഇൻട്രാക്ഷന് വേണ്ടിയാണ് ഈ സൈറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കസ്റ്റം ക്ലിയറൻസ് പ്രോസസ്സ് എഫിഷ്യൻ്റായും ട്രാൻസ്പെറൻ്റ് ആയിട്ടും നടത്താനാണ്. നമുക്കെങ്ങനെ ഐസ് ഗേറ്റ് രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. ഐസ് ഗേറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് icegate.gov.in എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് GST ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ആദ്യം നമ്മൾ സർവീസസിൽ കയറിയിട്ട് ഇൻ്റഗ്രേറ്റിംഗ് GSTIN എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മുടെ GSTIN-ഉം ക്യാപ്ചയും കൊടുത്തു കഴിയാൻ നേരം നമ്മുടെ രജിസ്ട്രേഷൻ ഡേറ്റ സക്സസ്ഫുള്ളി ആഡ് ആയെന്ന് പറഞ്ഞൊരു പോപ്പപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഹോം പേജിൽ പോയിട്ട് നമ്മൾ രജിസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ടലിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ലോഗിൻ ഓർ സൈൻ അപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. ഓൾറെഡി നമുക്ക് ഡേറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്ത് പോവാം, അല്ലെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. നമുക്ക് റെഫറൻസ് ID ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഫ്രഷ് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രഷ് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തിട്ട് നമ്മൾ വേറൊരു പേജിലെത്തും. ഈ പേജിലാണ് നമ്മൾ റോൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്കിപ്പം ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്രൈറ്റ് ഫോർവേഡ് ആണോ, ഷിപ്പിംഗ് ഏജന്റ് ആണോ, എന്താണെന്നുള്ളത് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് ഇമ്പോർട്ട് എക്സ്പോർട്ടർ ആണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. ഈ പേജിൽ IEC കോഡും GSTIN-ഉം ആണ് കൊടുക്കേണ്ടത്. കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. നിങ്ങൾ കയറാൻ നേരത്ത് ഇങ്ങനെ ഒരു പേജിലാണ് വരുന്നത്. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ കറക്റ്റായിട്ടുള്ള മെയിൽ ID-യും കറക്റ്റായിട്ടുള്ള ഫോൺ നമ്പറും തന്നെ കൊടുത്ത് മുന്നോട്ട് പോവുക. ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. ഇപ്പോൾ നമുക്കിത് കാണിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തത് കൊണ്ട് നമുക്കിതിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറേ സ്ക്രീൻഷോട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്ന്. ആ പേജിൽ നിന്ന് പ്രൊസീഡ് സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഇതിൽ നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID-യും നമുക്കിതിൽ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ജനറേറ്റ് ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. മൊബൈൽ നമ്പറിൽ ജനറേറ്റ് OTP കൊടുത്തു കഴിയാൻ നേരത്ത് നമ്മുടെ മൊബൈലിലോട്ട് ഒരു OTP വരും. അത് നമ്മൾ ഇതിലോട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ ചെയ്യാൻ നേരത്ത് ഇവിടെ ഒരു ഗ്രീൻ കളർ ടിക്ക് വരും. അതായത് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈഡ് ആയി എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് ഇതേപോലെ തന്നെയാണ് ഇമെയിൽ ID-യും ചെയ്യേണ്ടത്. ഇമെയിൽ ID നമ്മൾ ജനറേറ്റ് OTP കൊടുക്കാൻ നേരത്ത് നമ്മുടെ ഇമെയിൽ ID-യിലോട്ട് ഒരു OTP വരും. OTP വന്നു കഴിഞ്ഞ് നമ്മൾ വെരിഫൈ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ഇമെയിലിൻ്റെ അവിടെ ഒരു ഗ്രീൻ ടിക്ക് വരും. ഇത് രണ്ടും വന്നതിന് ശേഷം നമ്മൾ പ്രൊസീഡ് കൊടുക്കും. പ്രൊസീഡ് ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്കൊരു റെഫറൻസ് ID കിട്ടും. ഈ റെഫറൻസ് ID എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് നമ്മുടെ മെയിൽ ID-യിലോട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഐസ് ഗേറ്റ് എന്ന് പറയുന്ന ഇതിൽ നിന്ന് തന്നെ വരുന്നതാണ്. പക്ഷെ അതിനേക്കാളും നല്ലത് നമ്മളിത് എവിടെയെങ്കിലും സേവ് ചെയ്ത് വയ്ക്കുന്നതാണ് റെഫറൻസ് ID. ഈ ഒരു പ്രൊസീജിയർ തീരുന്നത് വരെ നമുക്ക് ഈ റെഫറൻസ് ID വളരെ അത്യാവശ്യമാണ്. റെഫറൻസ് ID എന്ന് പറയുന്നത് 15 ദിവസമാണ് വാലിഡ് ആയിട്ടുള്ളത്. നമുക്ക് ഒന്നുകിൽ ഇപ്പം തന്നെ റോൾ രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാം. നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇല്ല എന്നാണെങ്കിൽ നമുക്കത് പിന്നെ ആയാലും ചെയ്യാം. ഇതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് DSC, IEC കോഡ്, GST സർട്ടിഫിക്കറ്റ്, ഓതറൈസേഷൻ ലെറ്റർ, ബോർഡ് റെസൊല്യൂഷൻ ലെറ്റർ. ഇത്രയും നമ്മൾ മുന്നേ തന്നെ റെഡിയാക്കി വെക്കണം. പിന്നെ ഡിജി ലോക്കറിൽ ആധാറും പാനും ലിങ്ക് ചെയ്തിരിക്കണം. ഈ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ റോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റോൾ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഉള്ള ആ ഒരു പേജിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻ്റർ ചെയ്യാനുള്ളത്. അതിൻ്റെ IEC കോഡാണ് നമ്മൾ അവിടെ കൊടുക്കാനുള്ളത്. അത് കൊടുത്തു കഴിയാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡീറ്റെയിൽസ് അതിലോട്ട് വരും. നമ്മൾ ഒന്നും കൂടെ വെരിഫൈ ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് തന്നെയാണോ എന്നുള്ളത്.
എന്തൊക്കെ ഡീറ്റെയിൽസാണ് വരുന്നതെന്ന് വെച്ചാൽ എൻറ്റിറ്റി നെയിം വരും, GSTIN വരും, നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിന്നെ പാൻ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ അല്ലാതെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എൻറ്റിറ്റി ടൈപ്പ്. എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയുന്നത് ഓരോ കമ്പനി വച്ചിട്ട് നമുക്ക് ചേഞ്ച് ഉണ്ടാവും. നമ്മുടെ കമ്പനിയുടെ എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. പിന്നെ കസ്റ്റംസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണോ നമ്മുടെ സാധനം എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കൊൽക്കത്ത പോർട്ടിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ കൊൽക്കത്ത എന്ന് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ അറ്റാച്ച് ചെയ്യാനുള്ളത് IEC ലൈസൻസിൻ്റെ കോപ്പിയാണ്. അത് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് തന്നെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഈ അറ്റാച്ച് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ ആ ഫയൽ ഉള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ട് ഓട്ടോമാറ്റിക്കലി ഡോക്യുമെൻ്റ് അപ്ലോഡ് ആവും. പിന്നെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഈ പേജ് എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് ഓതറൈസ്ഡ് പാരന്റ് യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പേജാണ്. നമ്മുടെ കമ്പനിയിൽ ഒന്നിൽ കൂടുതൽ ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഓതറൈസ്ഡ് യൂസർ ആരാണോ അവരുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. പേര്, പാൻ കാർഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ നമ്മളിതിൽ വാലിഡേറ്റ് ചെയ്യാനുള്ളത് ആധാർ കാർഡാണ്. ഇത് ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ ആ ഡിജി ലോക്കറിന്റെ ആവശ്യം വരുന്നത്. നമ്മൾ ഓൾറെഡി ഡിജി ലോക്കറിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വാലിഡേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. വാലിഡേറ്റ് ആധാർ കൊടുക്കാൻ നേരത്ത് ഡിജി ലോക്കറിലായിരിക്കും പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് വാലിഡേറ്റ് ചെയ്ത് ഇതിലൊരു ഗ്രീൻ ടിക്ക് വരും. ഓതറൈസേഷൻ ലെറ്റർ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് താഴെ തന്നെ നമ്മളൊരു ഓതറൈസേഷൻ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ലെറ്റർ ഹെഡിൽ ഔട്ട് തന്നെ നമ്മളത് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തതിന് ശേഷം എത്ര ഡയറക്ടേഴ്സ് ഉണ്ടോ അവരുടെ സിഗ്നേച്ചർ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യാനുള്ളത്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. അറ്റാച്ച് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എവിടെയാണോ ഉള്ളത് അത് സെലക്ട് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക. ഇതിൻ്റെ കൂടെ DSCയും കൂടെ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിവ്യൂ കൊടുക്കുക. നമുക്കിതിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുത്തിട്ട് നമുക്ക് പിന്നെയാണെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കാൻ നേരത്ത് തന്നെ അവിടെ ഒരു പോപ്പപ്പ് വരും. നമ്മുടേത് സേവ്ഡ് ആണ്, സക്സസ്ഫുള്ളി സേവ്ഡ് ആണെന്നുള്ള ഒരു മെസ്സേജ് വരും. നമുക്കൊരു റെഫറൻസ് നമ്പറും കിട്ടുന്നതാണ്.